ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. ഫിലിമീഡിയ എഫക്റ്റ് എന്ന ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. സിനിമയുടെ തിരശ്ശീലയ്ക്ക് പിന്നിൽ നടക്കുന്ന പല സംഭവങ്ങളും നമ്മൾ സിനിമയിൽ കാണുന്ന ദൃശ്യങ്ങളെക്കാൾ രസകരമായിരിക്കും എന്നത് ഒരു വസ്തുതയാണ്. അങ്ങനെ ഒരു സംഭവമാണ് ഞാനിന്ന് ഇവിടെ പറയാൻ പോകുന്നത്. മലയാള സിനിമാ ചരിത്രത്തിൽ ഇടം നേടിയ 2 ചിത്രങ്ങളെ സംബന്ധിച്ച് ബന്ധിപ്പിക്കുന്ന കഥയാണത്. 1986 പുറത്തിറങ്ങിയ മമ്മൂട്ടിയുടെ ചിത്രമായ പൂവിന് പുതിയ പൂന്തെന്നൽ എന്നതിൽ മമ്മൂട്ടിയുടെ കഥാപാത്രം അണിഞ്ഞിരുന്ന ആ ഷർട്ട് 4 വർഷങ്ങൾക്ക് ശേഷം പിന്നെ അത് ഒരു കോമഡി ചിത്രത്തിലെ വില്ലൻ്റെ ഷർട്ടായി മാറി. ആ കോമഡി ചിത്രം എല്ലാവർക്കും അറിയാവുന്ന അന്നത്തെ ഒരു ഹിറ്റ് സിനിമയാണ്. കോമഡി ഗണത്തിൽ ഹിറ്റായി ഓടിയ ഈ സിനിമയാണ് റാഞ്ചി റാവു സ്പീക്കിംഗ് എന്ന സിനിമ. അതിലെ വില്ലൻ കഥാപാത്രമായ വിജയരാഘവൻ അണിയിച്ചിരുന്നത് അതേ ഷർട്ടായിരുന്നു. എന്നാൽ അതേ ഷർട്ടാണെങ്കിലും അതേ രീതിയിലുള്ള ഷർട്ടായിരുന്നു. അത് എങ്ങനെ എത്തിപ്പെട്ടു എന്നതാണ് രസകരമായൊരു കഥ. മലയാള സിനിമയിലെ എക്കാലത്തെയും സ്റ്റൈലിഷ് താരങ്ങളിൽ ഒരാളാണ് മമ്മൂട്ടി. അദ്ദേഹം ചിത്രങ്ങളിൽ അണിയുന്ന വേഷങ്ങൾ പിന്നീട് അതൊരു ഫാഷൻ ട്രെൻഡായി മാറിയിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഫാസിൽ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ പൂവിന് പുതിയ പൂത്തെന്നൽ, അതിൽ മമ്മൂട്ടി അണിഞ്ഞ ഒരു ഷർട്ടുണ്ട്, ഡബിൾ പോക്കറ്റ് ഷർട്ട്, ബ്രൗൺ നിറത്തിലുള്ള ഷർട്ട്. അന്ന് ആ ഷർട്ട് ആ ലൊക്കേഷനിലുള്ള എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. അന്ന് ഫാസിലിൻ്റെ അസിസ്റ്റന്റ് ഡയറക്ടർമാരിൽ ഒരാളായിരുന്നു ലാൽ. മമ്മൂട്ടി ഈ ഷർട്ട് അണിഞ്ഞു നിൽക്കുന്നത് ലാൽ ആകാംക്ഷയുടെയും നോക്കി നിന്നിട്ടുണ്ട്. എന്തായാലും ലാലൊരു തീരുമാനത്തിലെത്തി. ഷൂട്ടിംഗ് കഴിയുമ്പോൾ മമ്മൂട്ടിയോട് ആ ഷർട്ടൊന്ന് ചോദിച്ചു നോക്കാം, അങ്ങനെ അത് സ്വന്തമാക്കാൻ സാധിക്കുമോ എന്ന് അറിയണം. അങ്ങനെ സ്വന്തമാക്കാൻ ലാൽ ആഗ്രഹിച്ചു. അത് അങ്ങനെ തന്നെ സംഭവിച്ചു. ഷൂട്ടിംഗ് തീർന്നതും ലാൽ മമ്മൂട്ടിയോട് ചോദിച്ചു, ഷർട്ട് എനിക്കൊന്ന് തരാമോ എന്ന്. അതെ, മമ്മൂട്ടി അങ്ങനെയാണ്. മമ്മൂട്ടിക്ക് പിന്നെ ആ ഷർട്ടിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. മമ്മൂട്ടി ആ ഷർട്ട് ലാലിന് സന്തോഷത്തോടെ സമ്മാനിച്ചു. അങ്ങനെ അന്ന് ലാൽ സ്വന്തമാക്കിയ ആ ഷർട്ട് ലാൽ ഒത്തിരി കൊതിയോടെ കൊണ്ടു നടന്നു. പല സ്ഥലങ്ങളിലും പല ഫംഗ്ഷനുകളിലും ആ ഷർട്ടിട്ട് നടക്കുകയും ചെയ്തു. അധികം വൈകാതെ തന്നെ ഫാസിൽ തൻ്റെ അസിസ്റ്റന്റ്മാരെന്ന് പറയുമ്പോൾ നമ്മുടെ ലാലും സിദ്ദിഖും, അങ്ങനെ അവർ 2 പേരെയും സ്വതന്ത്ര സംവിധായകനാക്കാൻ തീരുമാനിച്ചു. അങ്ങനെ അവരുടെ ആ സംവിധാനത്തിൽ വന്ന ആദ്യ സിനിമയാണല്ലോ റാഞ്ചി റാവു സ്പീക്കിംഗ്. അങ്ങനെ റാഞ്ചി റാവു സ്പീക്കിംഗ് എന്ന ചിത്രത്തിൻ്റെ ജോലികളെല്ലാം ഒരു വഴിക്ക് അങ്ങനെ മുന്നോട്ട് പോവുകയാണ്. കഥാപാത്രത്തിൻ്റെയും എല്ലാത്തിൻ്റെയും പ്രവർത്തനങ്ങളെയും അതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും അവരങ്ങനെ മുന്നോട്ട് പോവുകയാണ്. ഈ സിനിമയിലെ എല്ലാ കഥാപാത്രങ്ങൾക്കും കോസ്റ്റ്യൂം ഏത് രീതിയിലൊക്കെ വേണമെന്നുള്ളതിൻ്റെ ചുക്കാൻ പിടിച്ചതും അതിൻ്റെ നിയന്ത്രണം ഏറ്റെടുത്തതും നമ്മുടെ ലാലായിരുന്നു. ചിത്രത്തിലെ വില്ലൻ കഥാപാത്രത്തിന് ഒരു പ്രത്യേക ലുക്കും പ്രത്യേക വേഷവും നൽകണമെന്ന് അവർ അന്ന് തീരുമാനിച്ചു. എങ്ങനെ എന്നുള്ളത് വലിയൊരു വിഷയമായി. ഏത് രീതിയിൽ ഏത് വേഷം കൊടുക്കണമെന്നുള്ളതൊക്കെ ഒരു അന്നത്തെ കാലത്ത്, ഇപ്പോൾ അങ്ങനെയല്ല, പക്ഷേ അന്നത്തെ കാലത്ത് അതൊക്കെ ഒരു ചിന്തയിലൂടെ അങ്ങനെ ഒരു വിഷയമായി വന്നു. എന്തൊരു പ്രത്യേകത വേണമല്ലോ എന്നുള്ള ഒരു ചിന്തയാണ് അവരിൽ ഉളവെടുത്തത്. കാഴ്ചയിലെല്ലാം ഈ റാഞ്ചി റാവ് എന്ന വില്ലൻ ഒരു പ്രത്യേകതയുണ്ടാക്കണം, ഒരു സ്റ്റൈലിഷ് വില്ലൻ. അങ്ങനെ ഒരു വില്ലനെയാണ് അവർ മനസ്സിൽ കണ്ടത്. ആ ഒരു വേഷമാണ് അവർ മനസ്സിൽ കണ്ടത്. അങ്ങനെ ചിന്തിച്ചിരിക്കുമ്പോഴാണ് ലാലിന് ഒരു ഓർമ്മ വന്നു. വർഷങ്ങൾക്ക് മുമ്പ് എല്ലാ സെറ്റിലുള്ള എല്ലാവരെയും ആകർഷിക്കുന്ന രീതിയിൽ ഒരു ഷർട്ടിട്ട് സ്റ്റൈൽ ചെയ്ത മമ്മൂട്ടിയെക്കുറിച്ച്. ആ മമ്മൂട്ടി തന്ന ഷർട്ട് ഇന്നിപ്പോൾ തൻ്റെ കയ്യിലുണ്ട്. അത് ലാലൊന്ന് ചിന്തിച്ചു. പക്ഷേ ആ ഷർട്ട് നമുക്ക് മറ്റൊരു കഥാപാത്രത്തിന് കൊടുക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ മറ്റൊരു ആർട്ടിസ്റ്റിന് കൊടുക്കാനൊക്കത്തില്ല. എങ്കിലും ആ ഒരു പാറ്റേണിനെ കുറിച്ച് ചിന്തിച്ചു. ആ ഷർട്ടും ആ ഡബിൾ പോക്കറ്റുള്ള ആ ഷർട്ടും അതിലെ
നിറവുമെല്ലാം ഈ റാഞ്ചി റാവു എന്ന കഥാപാത്രത്തിന് ഏറെ ഇണങ്ങുന്നതാണ് എന്ന് അവർ അങ്ങ് തീരുമാനിച്ചു. അത് ലാലും തീരുമാനിച്ചു, സിദ്ദീഖും തീരുമാനിച്ചു. അവർ തമ്മിൽ പിന്നെ അത് ഓക്കെ ആക്കുകയാണ് ഉണ്ടായത്. അങ്ങനെ നമ്മൾ കോസ്റ്റ്യൂമറെ വിളിച്ചു വരുത്തി ഇതേ പാറ്റേണിലുള്ള ഇതേ രീതിയിലുള്ള തുണി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ തുണിയെടുത്ത് ഇതേ പാറ്റേണിൽ തന്നെ ആ ഡ്രസ്സ് റാഞ്ചി റാവു ചെയ്യുന്ന വിജയരാഘവനെ ഏൽപ്പിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ഈ രണ്ട് സിനിമയിലും ഒരേ രീതിയിലുള്ള ഷർട്ട് ഒരു പാറ്റേണായിട്ട് മാറിയത്. അങ്ങനെ ഒരു സൂപ്പർ താരത്തിൻ്റെ വേഷം അല്ലെങ്കിൽ ഷർട്ട് മറ്റൊരു വില്ലൻ കഥാപാത്രത്തിൻ്റെ ഐഡൻറ്റിറ്റി ആയിട്ട് ഉപയോഗിച്ചു കൊണ്ടാണ് റാഞ്ചി റാവു സ്പീക്കിംഗ് എന്ന സിനിമയിലെ വില്ലൻ കഥാപാത്രം ജനിച്ചതും ആളുകൾ അത് കയ്യടിയോടെ സ്വീകരിച്ചതും. ഇതൊരു ചെറിയ സംഭവമാണ്, എങ്കിലും ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, അടുത്തൊരു വിഷയവുമായി ഞാൻ മറ്റൊരു എപ്പിസോഡിൽ വരുന്നതാണ്. ഓക്കെ, ബൈ. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.